ജിടെക്കിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്കറിയാം, പൈത്തൺ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. നമ്മൾ സാധാരണയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സിലബസുകളിലൊക്കെ ഉള്ളത് ജാവ, സി, C++ എന്നിവയായിരുന്നു. എന്നാലിപ്പോൾ NCERT, CBSE ഇവരൊക്കെ അവരുടെ സിലബസിൽ ഒക്കെ മാറ്റി അതിന് പകരം പൈത്തണിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പോപ്പുലാരിറ്റിയാണ് ഈ ഒരു മാറ്റത്തിന് പിന്നിലുള്ളത്. എല്ലാ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫേമുകളും ഇപ്പോൾ പൈത്തണിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പൈത്തൺ ലാംഗ്വേജ് നമ്മൾക്ക് വിവിധങ്ങളായ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് സാധാരണ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനുകൾ, വെബ് സർവീസസ്, ഇനി ഇന്നത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഫീൽഡായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഈ മേഖലകളിലെല്ലാം പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നത്, നിങ്ങൾക്കറിയാം, കാര്യം നമ്മൾ ജാവ സിമ്പിളാണ് എന്ന് എല്ലായിടത്തും പറയുന്നുണ്ടെങ്കിലും C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ജാവ വളരെ സിമ്പിളായി തോന്നുക. ബാക്കി പുതിയതായി പ്രോഗ്രാമിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് ജാവ എന്ന് പറയുന്നത് കുറച്ച് വിഷമം ഉള്ള ഒരു സബ്ജക്റ്റാണ്. എന്നാൽ അതിന് കാരണം ഇതാണ്: നിങ്ങൾക്കൊരു ചെറിയൊരു കാര്യം നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ പോലും ഈ ലാംഗ്വേജുകളിലെല്ലാം ഒരു 4 അല്ലെങ്കിൽ 5 ലൈൻ കോഡുകൾ എഴുതേണ്ടതായി വരും. എന്നാൽ പൈത്തൺ എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. നിങ്ങൾ ഏത് സിമ്പിൾ കോഡ് എഴുതിയാൽ പോലും അതിനെ അപ്പോൾ തന്നെ അത് സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് കാണിക്കുന്നു. സിമ്പിളായി നിങ്ങൾക്കൊരു കാര്യം പ്രിന്റ് ചെയ്യണമെങ്കിൽ പോലും ഒരു സിംഗിൾ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി പൈത്തണിൽ. കൂടാതെ നമ്മൾക്കറിയാം, പൈത്തൺ ലാംഗ്വേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഏരിയയാണ്. സാധാരണ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സിസ്റ്റം സെക്യൂരിറ്റി മേഖലകൾ, അതുപോലെ ഡെവോപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻ ടൂളുകളാണ്. അതുപോലെ ഡാറ്റ മൈനിങ്, ഡാറ്റ അനാലിസിസ്, വെബ് ആപ്ലിക്കേഷൻസ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് പോലും പൈത്തൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നെറ്റിലേക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രി ഇത്രയും അധികം പൈത്തനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗൂഗിൾ അതിൻ്റെ സെർച്ച് ഓപ്ഷന് വേണ്ടിയിട്ട് പൈത്തൺ കോഡിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ യൂട്യൂബ് വീഡിയോ ഷെയറിംഗ് ആപ്ലിക്കേഷൻ, അതും പൈത്തൺ ആണ് മെയിനായി വർക്ക് ചെയ്യുന്നത്. ഇനി BitTorrent ഫയൽ ഷെയറിംഗ് ആപ്ലിക്കേഷനാണ്, അതിലും പൈത്തൺ കോഡുകൾ കാണാൻ പറ്റും. കൂടാതെ ഏറ്റവും മൾട്ടിമീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മായ എന്ന് പറയുന്ന 3D ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയറിലും നിങ്ങൾക്ക് പൈത്തൺ സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇങ്ങനെ പൈത്തൺ ഇൻഡസ്ട്രി ലീഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പ്രോഗ്രാമിങ്ങുമായിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് ഒത്തിരി അവർക്ക് അവരുടെ കരിയറിൽ ഉപകാരം ചെയ്യുന്നതായിരിക്കും.